ഇപ്പോഴത്തെ രാഷ്ട്രീയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര മാറ്റങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതായത് എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അധികം ഇപ്പോൾ പ്രചരണമൊക്കെ എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അങ്ങനെയല്ലേ? അതെ. ആളുകൾക്ക് എന്തും പറയാനായി. ഇപ്പോൾ കോടതി എന്തെങ്കിലും വിധി പറഞ്ഞാൽ സാധാരണക്കാർ അതിനെ പിന്നെ ലക്കും ലഗാനില്ലാതെ വിമർശിക്കലും അല്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അതുകൊണ്ട് ഒന്ന് എന്താ വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കും. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ജീവിതത്തിലെല്ലാം ശ്രദ്ധിക്കും. കാരണം എപ്പോഴാണ് ഈ കണ്ണുണ്ടാവില്ല, എപ്പോഴും ഈ മൊബൈൽ ഇല്ലാത്ത സംഗതിയല്ലേ, സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ അവർ അധികമൊന്നും നല്ല നിലക്ക് പിന്നെ രാഷ്ട്രീയ ജീവിതം മുമ്പോട്ട് പോകാൻ ഈ മൊബൈൽ, അതുപോലെ തന്നെ മറുഭാഗത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനം, അവർക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും, കറക്റ്റ് ചെയ്യാൻ സാധിക്കും, നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ അവരെ ആക്ഷേപിക്കലല്ല. അല്ല, എന്നാലും ഇന്നത്തെ യുവാക്കളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം രാഷ്ട്രീയത്തിനോട് ഇഷ്ടം? അതായത് നമ്മൾ തന്നെ പറയുന്നത് കേൾക്കാണ്ട് ഇവിടെ രാഷ്ട്രീയവാദികളായി മാറുന്നുണ്ട് പല കാലം. ഇപ്പോൾ തന്നെ കുറച്ച് ദിവസമായിട്ട് എന്താ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്താ, നമ്മുടെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഇന്ത്യയിൽ. തൊഴിലില്ലായ്മ ഉണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ഡൽഹിയിലാണെങ്കിൽ വായു മലിനീകരണ പ്രശ്നം, ഉറുപ്പിയുടെ വില ഇപ്പോൾ ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 രൂപയായി തുടങ്ങിയില്ലേ, വലിയ പ്രശ്നമല്ലേ അതൊക്കെ നമ്മൾ കാണുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ചർച്ച എന്തായിരുന്നു? വന്ദേ മാതരം 100 കൊല്ലം മുമ്പ് നടന്ന സംഗതി, 2 ചരണേ ഉള്ളൂ, ബാക്കി മുറിച്ച് കളഞ്ഞു. അതല്ലേ ചർച്ച ചെയ്യണത്. അത് ഒരു പക്ഷേ പിന്നെ രാഷ്ട്രീയം ബംഗാൾ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ബങ്കിം ചന്ദ്ര എഴുതിയതാണ്, 2ാമത്തെ ഭാഗം കാണുന്നില്ല എന്നുള്ള, അതൊക്കെയാണ് ചർച്ച. സാധാരണ ആളുകൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് നമ്മളെ ഇന്ത്യ മുമ്പോട്ട് പോകണം, സാമ്പത്തികമായി വളരണം, നമ്മുടെ പ്രശ്നങ്ങൾ ഈ ദാരിദ്ര്യം ഇല്ലാതാവണം എന്നൊക്കെയല്ലേ ആഗ്രഹം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണം, വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയൊക്കെ ലോകത്ത് നമ്പർ 1 ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ആളുകൾ ഇപ്പോൾ ചർച്ചയൊക്കെ വേറെ രീതി ചെയ്താൽ പോകും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരായി മാറുക.